മറ്റുള്ളവരാൽ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? വലിച്ചെറിയപ്പെട്ടിട്ടുണ്ടോ? ജീവിതം തന്നെ നിർത്താം എന്നാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു കഥ കേൾക്കാട്ടോ. ഒരിക്കൽ ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കുട്ടികളുടെ അടുത്തേക്ക് വന്ന് ഒരു 500 രൂപ നോട്ടുമായിട്ടാണ് വന്നത്. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇത് ആർക്കൊക്കെ വേണമെന്ന്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഫസർ ആ നോട്ടൊന്ന് നന്നായി ഇങ്ങനെ മടക്കി ഇങ്ങനെ ചുളുക്കുമല്ലോ, എന്നിട്ട് ചോദിച്ചു കുട്ടികളുടെ അടുത്ത്, ഇനി ഇതാർക്കൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോഴും കുട്ടികൾ പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ എന്ത് ചെയ്തു, അടുത്തതായിട്ട് ആ നോട്ടിൽ നിറയെ ചളി അഴുക്കൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ചു. എന്നിട്ട് ചോദിച്ചു കുട്ടികളുടെ അടുത്ത്, ഇതാർക്കാ വേണ്ടതെന്ന്. അപ്പോഴും കുട്ടികൾ വേണം തന്നെയാണ് പറഞ്ഞത്. പിന്നെ എന്താ ചെയ്തു പ്രൊഫസർ? അത് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി എത്രത്തോളം അത് മുഷിഞ്ഞ് നോട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കിയിട്ടും കുട്ടികളുടെ അടുത്ത് ചോദിച്ചു. അപ്പോഴും കുട്ടികൾ ഈ നോട്ട് വേണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പ്രൊഫസർ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, ഇത്രയേറെ അഴുക്ക് പറ്റിയിട്ടും നിങ്ങൾ എന്താ അത് വേണമെന്ന് തന്നെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറയാം, എത്രയും അഴുക്കും ചളിയും ഒക്കെ പുരണ്ടാലും അതിൻ്റെ മൂല്യം കുറയുന്നില്ലല്ലോ സർ എന്നാണ് അവർ ചോദിച്ചത്. തന്നെ നമ്മുടെ അടുത്ത് പറയുന്നേ, നമ്മുടെ ജീവിതത്തിലെ അഴുക്ക് പറ്റിയേക്കാം, ചളി പറ്റിയേക്കാം, മറ്റുള്ളവരാൽ വലിച്ചെറിയപ്പെട്ടേക്കാം, മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമുണ്ടല്ലോ, അതൊരിക്കലും കുറയാനായിട്ട് പാടില്ല, ഒരിക്കലും കുറയരുത്. നമ്മുടെ സ്വന്തം ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? സ്വയം നമ്മൾ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. സ്വയം സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ഉള്ളിലെ ഒരു ആദരവ് അർഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെയാണ് ഏറ്റവും കൂടുതൽ ആദരവ് നൽകേണ്ടത്, മറ്റുള്ളവർക്ക് നൽകാൻ പാടില്ല എന്നല്ല. അപ്പോൾ നല്ല ഭംഗിയിൽ വസ്ത്രം ധരിക്കുന്നവർ, നന്നായി നടക്കുന്നവർ, അല്ലെങ്കിൽ നല്ല പെർഫ്യൂമൊക്കെ ദേഹത്ത് പുരട്ടി നടക്കുന്നവർ, അങ്ങനെ പല ഗുണഗണങ്ങളുള്ളവരുണ്ടായിരിക്കും. അവരെയൊക്കെ ആദരിക്കണം. പക്ഷെ അതിൻ്റെയൊക്കെ പുറമെയായിട്ട് ഏറ്റവും കൂടുതൽ ആദരവ് അർഹിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള നമ്മൾക്കാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആർക്കാം? നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആരെയാണോ ആ കണ്ണാടിയിൽ കാണുന്നത് ആ ആൾക്കാണ് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക. നമ്മളെ തന്നെയാണ് കാണുക അല്ലേ? അപ്പോൾ നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നവർ നമ്മൾ മാത്രമാണ്. അപ്പോൾ ആ നമ്മളെ നമ്മൾ സ്വയം സ്നേഹിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ വരും. ഓ, ഇങ്ങനെയായിരുന്നു ജീവിക്കേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇനി ഇങ്ങനെയാണ് ഞാൻ ഭാവിയിൽ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ സാധ്യതകളുണ്ടല്ലോ, ഇതൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. എത്രയൊക്കെ ചെളി പുരണ്ടാലും, എത്രയൊക്കെ അഴുക്ക് പുരണ്ടാലും ആ ചെളിയെ അല്ലെങ്കിൽ ആ ഒരു അഴുക്കിനെ നല്ല ശുദ്ധമായിട്ടുള്ള ജലത്തിൽ കഴുകിയെടുക്കുന്നതിലാണ് ഓരോരുത്തരുടെയും വിജയമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം സ്വന്തം ആ ഒരു ശരീരത്തെ അല്ലെങ്കിൽ സ്വന്തം മനസ്സിനെ, സ്വന്തം വ്യക്തിത്വത്തെ സ്നേഹിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും വിജയിക്കാനായിട്ട് സാധിക്കും.